ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ പുതിയ പാഠത്തിൻ്റെ പേരാണ് പിറന്നാൾ സമ്മാനം. നമുക്ക് എല്ലാവർക്കും അറിയാം, പിറന്നാളിൻ്റെ അന്ന് നമുക്കൊക്കെ സമ്മാനം കിട്ടാറുണ്ട് അല്ലേ? പിറന്നാൾ അറിയാത്തവരാരുമില്ലല്ലോ. നമ്മൾ ജനിച്ച ദിവസമാണ് പിറന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല സമ്മാനങ്ങളും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കേക്ക് മുറിക്കും, പിന്നെയോ മിഠായിയും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങളുമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ വിതരണം ചെയ്യും. അങ്ങനെ കാട്ടിലെ കുറച്ച് കൂട്ടുകാർ അവരുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന് സമ്മാനം കൊടുക്കാൻ നോക്കുന്നതാണ്, പിറന്നാൾ സമ്മാനം കൊടുക്കാൻ നോക്കുന്നതാണ് ഈ കഥ. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ആരൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു ആടുണ്ട്, പിന്നെയോ പൂച്ചയുണ്ട്, താറാവുണ്ട്. താറാവാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ആട് താറാവിനോട് ചോദിക്കുകയാണ് പൂക്കൾ മതിയോ എന്ന്. പൂച്ച ചോദിക്കുകയാണ് മീൻ മതിയോ എന്ന്. അപ്പോൾ താറാവ് മുകളിലേക്ക് നോക്കി പറയുകയാണ് അതാ ആ മുത്ത് മതി. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഒരു കോഴിയമ്മയുണ്ട്, ഒരു കിളിയുമുണ്ട് അല്ലേ? നായക്കുട്ടി ചോദിക്കുകയാണ് നിനക്ക് എന്തിനാണ് ആ മുത്ത്? അപ്പോൾ കോഴി പറയുകയാണ് അമ്മുക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാനാ. അമ്മുക്കിടാവിനാണ് അപ്പോൾ ഇന്ന് പിറന്നാൾ. അമ്മുക്കിടാവിന് നൽകാനാണ് ഇവരെല്ലാം ആ മുത്ത് നോക്കി നിൽക്കുന്നത്. കണ്ടില്ലേ, മരത്തിന് മുകളിലായിട്ട് ഒരു സാധനം ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു മുത്ത് പോലെ തോന്നിക്കുന്നത്. പൂച്ച നാരകത്തിൽ കയറി, നിറയെ മുള്ളുകൾ. പൂച്ച വീണു, തട്ടി മുട്ടി തടിനോ പുടിനോ താഴെ വീണു. പൂച്ച വിഷമിച്ചു. ആരാണ് അത് പറിക്കാൻ കയറിയത്? പൂച്ചയാണ് നാരകത്തിൽ കയറിയത്. നാരകം എന്ന് പറഞ്ഞാൽ നാരങ്ങ കായ്ക്കുന്ന മരമാണ് നാരകം. നിറയെ മുള്ളുകളായിരിക്കും അതിനുണ്ടാവുക. ആ മുള്ളൊക്കെ തട്ടി നമ്മുടെ പൂച്ച എങ്ങനെ വീണു? തടിനോ പുടിനോ എന്നൊക്കെ പറഞ്ഞ് താഴെ വീണു. അപ്പോൾ താഴെ വീണപ്പോൾ പൂച്ചയ്ക്ക് വിഷമമായി. കാരണം എന്താണ്? മുത്ത് കിട്ടിയില്ല അല്ലേ പറിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും വീണ്ടും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കോഴിയമ്മ പറയുകയാണ് അതാ മുത്ത് പൊട്ടുന്നു. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആ മുത്ത് ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങി. കണ്ടില്ലേ? എന്താണ് ആ മുത്ത്? ആ മുത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പ. ചിത്രശലഭം പല പല വഴികളിലൂടെയാണ് ഒരു പൂർണ്ണമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള നമ്മൾ കാണുന്ന ചിത്രശലഭമായിട്ട് മാറുന്നത്. അതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം പൂമ്പാറ്റ മുട്ടയിടുന്നു, എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഈ മുട്ട വിരിഞ്ഞ് പുഴുക്കളായി മാറുന്നു. ഈ പുഴുക്കളാണ് പിന്നീട് പ്യൂപ്പ ഒരു കൂടിനുള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ച് നിർത്തുന്നു. ഈ കൂടിനെ കൊക്കൂൺ എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മുടെ കാട്ടിലെ കൂട്ടുകാർ മുത്ത് എന്ന് വിളിച്ചത്. ഇങ്ങനെയുള്ള പ്യൂപ്പകൾ കുറച്ചു ദിവസത്തിന് ശേഷം ആ കൊക്കൂൺ പൊട്ടി പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ അവ ഭംഗിയുള്ള പൂർണ്ണ വളർച്ച എത്തിയ പൂമ്പാറ്റകളായി മാറുന്നു. പകരം ചേർത്തു പാടാം. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ. ആരാണ് ചേലുള്ള പൂമ്പാറ്റ? പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള. ചേലുള്ള എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് ഭംഗിയുള്ള പൂമ്പാറ്റ. വട്ടമിട്ടു പറന്നല്ലോ, വട്ടമിട്ട് അവരുടെ ചുറ്റും ഇങ്ങനെ പറന്നു. മുത്തമൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ. ആർക്കാണ് പിറന്നാൾ സമ്മാനമായിട്ട് ഉമ്മ കൊടുത്തത്? അമ്മുവിന് അല്ലേ? അപ്പോൾ ഇനി വിട്ട ഭാഗം ഒന്ന് പൂരിപ്പിച്ചാലോ? നേരത്തെ ചേലുള്ള പൂമ്പാറ്റ എന്നായിരുന്നു അല്ലേ? അപ്പം നമുക്കവിടെ ഭംഗിയുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ. മുത്തത്തിന് പകരമായിട്ട് നമുക്കവിടെ എന്ത് ചേർക്കാം? ഉമ്മയൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ എന്ന് ചേർത്ത് പാടാം. അടുത്തത് പൂരിപ്പിക്കാനാണ്. നിങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ടോ? അപ്പോൾ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയുണ്ട്. ഉള്ളവർക്ക് ഉണ്ട് എന്നെഴുതാം, ഇല്ലാത്തവർക്ക് പൂച്ചയില്ല എന്നെഴുതാം. അടുത്തത് നിങ്ങളുടെ വീട്ടിൽ കടുവയുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ കടുവയില്ല.
അടുത്തത് ഞണ്ടുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും മുകളിൽ ചേർക്കേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ ഞണ്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഞണ്ടില്ല. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് വിരലുകളിൽ മഷി മുക്കിയിട്ടാണ്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ഓരോ വിരലുകളും, വലിയതും ചെറിയതുമായ വിരലുകളെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ തുമ്പത്ത് മഷി മുക്കി ഇങ്ങനെ വരച്ചു നോക്കണം. ഓക്കെ, ഇനി നമുക്കൊരു കഥ കേട്ടു നോക്കിയാലോ? ഈ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിത്രം വരച്ചിട്ടുള്ളതാണ് ഒരു കുട്ടി. അതുപോലെ തന്നെ നിങ്ങളും ഇത് വരച്ചു നോക്കണം. ചിത്രത്തിൻ്റെ പേര് കിനാവ്. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. നമ്മളിങ്ങനെ രാത്രിയൊക്കെ കിടന്നാൽ കാണില്ലേ, അതാണ് സ്വപ്നം അല്ലേ? ഒരു കർഷകന് ഒരു ആടുണ്ടായിരുന്നു. കർഷകൻ ആടിൻ്റെ കയറിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ? എന്നും ആ കർഷകൻ ആടിന് തീറ്റ കൊടുക്കും. ആ കർഷകൻ എന്നും ആ ആടിന് തിന്നാനായിട്ട് കൊടുക്കും. കണ്ടില്ലേ? അതൊക്കെ വരച്ചിട്ടുണ്ട്, നിങ്ങളും വരയ്ക്കണം. ഒരു നാൾ അയാൾ ആ ആടിനെ വിറ്റു. ഒരു ദിവസം ആ കർഷകൻ അയാളുടെ ആടിനെ വിറ്റു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കൊടുത്തു. അന്ന് രാവിലെ അയാൾ ഒരു കിനാവ് കണ്ടു. ആട് തിരികെ വന്നെന്ന്. രാവിൽ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അർത്ഥം. രാവിലെ എന്നല്ല, രാവിൽ എന്നാൽ രാത്രി. മറക്കരുത്. ഉറങ്ങാൻ കിടന്നപ്പോൾ അയാൾ ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ആട് തിരികെ വന്നു എന്ന്. പിറ്റേന്ന് വാതിൽ തുറന്നപ്പോൾ എന്താണ് കണ്ടത്? ആടതാ വാതിലിന് മുൻപിലായിട്ട് നിൽക്കുന്നു. അങ്ങനെ അയാൾ കണ്ട ആ കിനാവ് സത്യമായി. അയാളുടെ സ്വപ്നം ശരിയായി അല്ലേ? അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഈ കഥ നിങ്ങളും ഇതുപോലെ തന്നെ വരച്ചു നോക്കണം. ഇനി ഈ തന്നിരിക്കുന്ന ചിത്രത്തിന് കളർ കൊടുത്ത് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീടുണ്ട്, അതുപോലെ തന്നെ പശു, പൂച്ച, കോഴി, മുയൽ, താറാവ്, നായ, കോഴിക്കുഞ്ഞുങ്ങൾ, കിളി, എങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കളർ കൊടുത്ത് ഭംഗിയാക്കണം. പിന്നെ എന്തിനാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ മൃഗങ്ങളെ വളർത്തുന്നത്? പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ പാൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇറച്ചിയും ഉപയോഗിക്കാറുണ്ട്. കോഴി നമുക്ക് എന്ത് തരും? ഇറച്ചി തരും, മുട്ട തരും ഇല്ലേ? മുയലിൻ്റെ ഇറച്ചിയും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ താറാവിൻ്റെ മുട്ടയും ഇറച്ചിയും ഉപയോഗിക്കുന്നു. നായയെ വളർത്തുന്നത് നമ്മുടെ വീടിൻ്റെ കാവൽക്കാരനായിട്ടാണ്. പൂച്ചയെയോ നമ്മുടെ സന്തോഷത്തിനായിട്ട് വളർത്തുന്നു. അതുപോലെ തന്നെ എലിയെയൊക്കെ പിടിക്കും അല്ലേ? അപ്പോൾ വളർത്തു മൃഗങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ട്. കിളിയെയോ നമ്മുടെ സന്തോഷത്തിനാണ് അല്ലേ കിളിയെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ അക്വേറിയം കണ്ടില്ലേ? അതിൽ മീനുകളെ വളർത്തുന്നുണ്ട് അല്ലേ? ഇതും കിളികളെ പോലെ തന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചിത്രത്തിലുള്ള മൃഗങ്ങൾക്ക് കളർ കൊടുത്ത് ഭംഗിയാക്കണം. ഇവിടെ ഒരു കുട്ടി അതിൻ്റെ മുയലിനോടൊപ്പം കളിക്കുകയാണ്. കണ്ടില്ലേ? ഇവർക്കും കളർ കൊടുത്ത് ഭംഗിയാക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം. ആട് എന്താണ് തരുന്നത്? പാലും ഇറച്ചിയും. പാൽ, ഇറച്ചി എല്ലാവരും എഴുതി പഠിക്കണം. അടുത്തത് പശുവാണ്. പശു തരുന്നത് ആടിനെ പോലെ തന്നെ പാലും ഇറച്ചിയും തരുന്നു. പിന്നെ നായ നമ്മുടെ വീട് സംരക്ഷിക്കുന്നു. മുയലോ, മുയൽ ഇറച്ചി തരുന്നു. അടുത്തത് കിളി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നു. പിന്നെയോ മീനിനെയും അതുപോലെ തന്നെയാണ്. പൂച്ചയെ, എലിയെ പിടിക്കാനും പിന്നെ നമ്മുടെ സന്തോഷത്തിനും വളർത്തുന്നു. ഇനി നമുക്കൊരു കഥ വായിച്ചാലോ? കായ് തേടി അവർ നടന്നു, കാട്ടിലൂടെ നടന്നു, ചൊക്കൻ മുന്നിൽ കാർത്തി പിന്നിൽ. എന്ത് തേടിയാണ് അവർ നടന്നത്? കായ് തേടിയാണ് നടന്നത്. കാട്ടിലൂടെ അങ്ങനെ നടന്നു. ചൊക്കനാണ് മുന്നിൽ, കാർത്തി പിന്നിലാണ് നടക്കുന്നത്. ചൊക്കൻ നിന്നു, ചെവി കൂർപ്പിച്ചു. അതാ ഒരു കടുവ. അങ്ങനെ മുന്നിൽ പോകുന്ന ചൊക്കൻ നിന്നപ്പോൾ ചെവി ഇങ്ങനെ കൂർപ്പിച്ചിട്ടാണ് ചൊക്കൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കടുവയെ കണ്ടു. പിറ്റേന്ന് ചൊക്കൻ വന്നു.
ചൊക്കൻ വിളിച്ചു. കാർത്തി പിന്നാലെ പോയി. അതാ മരച്ചുവട്ടിൽ കുട്ടുറുവൻ കിളി. കാർത്തി കിളിയെ എടുത്തു, വെള്ളം കൊടുത്തു. കിളി പറന്നുപോയി. ചൊക്കൻ വാലാട്ടി. ആരാണ് ഈ ചൊക്കൻ? ചൊക്കൻ എന്ന് പറയുന്നത് ഒരു നായയാണ് അല്ലേ? കാർത്തി എന്ന് പറയുന്നത് ചൊക്കൻ്റെ കൂട്ടുകാരനായ ഒരു കുട്ടിയാണ് കാർത്തി. അപ്പോൾ ആദ്യത്തെ ദിവസം ചൊക്കൻ വിളിച്ചപ്പോൾ കാർത്തി പോയി അല്ലേ? കാട്ടിലൂടെ പോയപ്പോൾ കണ്ടത് ആരെയാണ്? ഒരു കടുവയെയാണ്. അപ്പോൾ നായ്ക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണത്തറിയാനും കേട്ടറിയാനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. പിറ്റേ ദിവസം ചൊക്കൻ വിളിച്ചപ്പോൾ കാർത്തി പോയി അല്ലേ? അപ്പോൾ കണ്ടത് എന്താണ്? ഒരു കുട്ടുറുവൻ കിളിയെയാണ്. അങ്ങനെ കാർത്തി ആ കിളിയെ വെള്ളം കൊടുത്ത് രക്ഷിച്ചു. ആദ്യത്തേതിൽ ചൊക്കൻ ഒരു അപകടത്തിൽ നിന്നാണ് കാർത്തിയെ രക്ഷിച്ചത് അല്ലേ? ചൊക്കന് മനസ്സിലായി അവിടെ ഒരു കടുവയുണ്ട് എന്ന്. രണ്ടാമത്തെ ദിവസം ഒരു കിളിയെയാണ് ചൊക്കൻ രക്ഷിച്ചത്. എങ്ങനെ മനസ്സിലായി? കാർത്തിയെ വിളിച്ചു കൊണ്ടുവന്ന് ആ കിളിയെ കാണിച്ചു കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ രക്ഷിച്ച് പറത്തിവിട്ടു. അപ്പോൾ ഒരു തേനീച്ച പറയുന്നത് നോക്കൂ, ചൊക്കൻ ആള് കൊള്ളാലോ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ചൊക്കന് നമുക്ക് കാണാൻ പറ്റാത്തതും മണത്തറിയാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും മണക്കാനും ഒക്കെ അറിയും. അതുകൊണ്ടാണ് നമ്മൾ വീടിന് കാവൽക്കാരനായി നായയെ വെക്കുന്നത് അല്ലേ? വളരെ നന്ദിയുള്ള ഒരു മൃഗമാണ് നായ എന്ന് പറയുന്നത്. ഇനി ഇതിന് പറ്റിയ ഒരു തലക്കെട്ട് എന്താണ് കൊടുക്കേണ്ടത്? ചൊക്കനും കാർത്തിയും എന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ 4ാമത്തെ പാഠമായ പിറന്നാൾ സമ്മാനം ഇഷ്ടമായില്ലേ? താങ്ക് യു.